നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് ഹിസ്ബുള്ള കൺഫേം ചെയ്തു. ഇറാൻ കൺഫേം ചെയ്തു. നേരത്തെ ഇസ്രായേലി മിലിറ്ററി അത് കൺഫേം ചെയ്തിട്ട് പറഞ്ഞു ഇനി നസറുള്ളയുടെ ശല്യം ലോകത്തിന് ഉണ്ടാവുകയില്ല. അതിനുശേഷം എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ലോകത്ത് സംഭവിച്ചത് അതിനെപ്പറ്റിയാണ് വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും ബോയിങ് 747 ഒരു ഫ്ലൈറ്റ് പെട്ടെന്ന് ലെബനിലോട്ട് വരുന്നു ലാൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇസ്രായേൽ പറയുന്നത് ഇത് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ്, അത് ഈ റിപ്പബ്ലിക്കൻ ഗാർഡുമായിട്ട് കണക്റ്റഡ് ആണ് ഈ എയർക്രാഫ്റ്റ്. ഇവര് ലാൻഡിങ് അടുക്കാറായി കഴിഞ്ഞപ്പോൾ ഇസ്രായേലി IDF, അതായത് ഇസ്രായേലി മൊസാദ് എന്ന് പറഞ്ഞ ഏജൻസി തന്നെ ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. അതായത് എയർ ട്രാഫിക് കൺട്രോളിൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട്, അതായത് അത് മുഴുവൻ ഹാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഫ്ലൈറ്റിന് നേരിട്ട് പൈലറ്റിന് ക്യാപ്റ്റന് ഇൻഫോം ചെയ്യുകയാണ് നിങ്ങൾ ഈ ഫ്ലൈറ്റ് ഈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പാടില്ല. അപ്പം അതിനുശേഷം നേരെ ATCക്ക്, അതായത് എയർപോർട്ട് അതോറിറ്റിക്ക് ഫോൺ ചെയ്ത് പറയുകയാണ് ഈ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ലെബനൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലൈറ്റും തകർക്കും എയർപോർട്ടും തകർക്കും. പെട്ടെന്ന് ലെബനന്റെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്നു. അദ്ദേഹം പറയും അത് ATCക്ക് നിർദ്ദേശം കൊടുക്കുന്നു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ അനുവാദം കൊടുക്കണ്ട. ഇതാണ് സംഭവിച്ചത്. അതായത് ഇസ്രായേൽ പറയുന്ന ഈ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിനകത്ത് ഇറാനിൽ നിന്നും വന്ന വെപ്പൺസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തത്. ഇറാൻ പറയുന്നത് 747 ഒരു ഹ്യൂജ് ഫ്ലൈറ്റ് നിങ്ങൾ കണ്ടു കാണും, കാരണം ലോങ് ഹോൾ ഫ്ലൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് അത് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും കൂടി ആയിരുന്നു. അതിനകത്ത് പാസഞ്ചേഴ്സ് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് ഹ്യൂജ് ആയിട്ട് വെപ്പൺസ് കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് ഹിസ്ബുള്ളയെ സഹായിക്കാൻ വേണ്ടിയാണ്. കാരണം ഹിസ്ബുള്ളയുടെ കയ്യിലിരിക്കുന്ന പല വെപ്പൺസും വെടിതീർന്നു പോയി, അതായത് ഇസ്രായേലി സ്ട്രൈക്കിൽ തീർന്നു പോയി. അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു ഈ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് തിരിച്ചു പോകണം, അല്ലെങ്കിൽ അതിനെ തകർക്കും, അല്ലെങ്കിൽ എയർപോർട്ടും കൂടെ തകർക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ലെബനീസ് ഗവൺമെന്റിന് പേടിയായി അവരത് അനുമതി കൊടുത്തില്ല, അത് തിരികെ പോയി. രണ്ടാമത്തെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഖുമൈനി, അതായത് ഇറാന്റെ ആധ്യാത്മിക നേതാവ്, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് എത്രയും വേഗം ലെബനനിലോട്ട് ഇറാനിയൻ സേനയെ അയക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ടാണ് പോകുന്നത്. അതായത് ഈ വാർ അവസാനം ചെന്ന് കഴിയുന്നത് ഇറാനുമായിട്ട് ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലായിരിക്കും. കാരണം ഇറാൻ ഇപ്പം അങ്ങോട്ട് ഇറാനിയൻ ഫോഴ്സിനെ അയക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ള രാജ്യങ്ങളും കയറി ഇടപെടും, 100% കയറി ഇടപെടും. അതുമല്ല, ഇസ്രായേൽ നേരിട്ട് ഇറാനെ കയറി അറ്റാക്കും ചെയ്യും. അതായത് വളരെ വലിയ ഡെവലപ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് മറ്റൊരു സംഭവം കൊണ്ടുണ്ടായി. ഇറാൻ ലിറ്ററലി ഭയന്നു എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞു കഴിഞ്ഞപ്പം പല ആൾക്കാർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതിനൊക്കെ ശേഷം അലി ഖുമൈനി എന്ന് പറയുന്ന ആധ്യാത്മിക നേതാവ് ഒളിവിൽ പോയി. കാരണം അയാൾക്ക് പേടിയായി. മറ്റൊരു കാര്യം അറിയാൻ സാധിച്ചത് ഇറാനിലെ റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ പല കമാൻഡേഴ്സും അവരും ഒളിവിൽ പോയി പേടിച്ചിട്ട്. ലിറ്ററലി ഒരു കാര്യം പറയാം, ഈ വാർ എന്ന് പറയുന്നത്, ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇറാനാണ് ഈ പ്രോക്സീസിനെ മുഴുവനും ഉണ്ടാക്കിയെടുത്തത്. അവരെ ത്രൂ ആണ് അവർ ഇസ്രായേലിനെ അടിക്കാൻ ശ്രമിച്ചത്. കാരണം 8-10 പ്രോക്സീസ് ഉണ്ട്. അതേപോലെ തന്നെ അലി ഖുമൈനി പറയുന്നത് ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഹിസ്ബുള്ളയുടെ കൂടെ നിൽക്കണം, അതായത് ടെററിസ്റ്റിന്റെ കൂടെ നിൽക്കും. ഇതാണ് അയാളുടെ ആഹ്വാനം. ഇപ്പൊ ഞാൻ ആദ്യം പല വീഡിയോകളിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇറാൻ ലിറ്ററലി പേടിച്ചിരിക്കുകയാണ്. ഇറാനാണ്, ഖുമൈനിയാണ്, ഈ പല ആൾക്കാർ, ഇബ്രാഹിം റീസി, അവരുടെ വിദേശകാര്യം, കൊല്ലപ്പെട്ട വിദേശകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ എത്രയോ ഭയങ്കരമായിട്ടാണ് പറഞ്ഞ് ഇസ്രായേലിനെ തുടച്ചു നീക്കണമെന്ന്. ഒരു രാജ്യത്തിന്റെ ആധ്യാത്മിക നേതാവ് അലി ഖുമൈനി സ്വന്തം രാജ്യത്ത് നിൽക്കാൻ ഭയം, അദ്ദേഹം ഒളിവിൽ പോയി. ഇത് റിപ്പോർട്ട് ചെയ്യുവാണ് ഗ്ലോബലായിട്ട്. കാരണം എവിടാണെന്ന് പോലും അറിയത്തില്ല, ആ രീതിയിലാക്കിക്കള. കാരണം ഇറാനിലാണ് ഏറ്റവും കൂടുതൽ ഭയമുണ്ടായത്. അതിനേക്കാളും മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇറാൻ എന്തുകൊണ്ടാണ് ഭയം എന്നുള്ളതിന്റെ കാരണമുണ്ട്.
ഇറാനിലുള്ള വലിയൊരു ശതമാനം ജനതയും ഈ ഖുമൈനിയും അവിടെ ഭരിക്കുന്ന ഭരണകൂടത്തിനും എതിരാണ്. ഇറാനിൽ വലിയ രീതിയിലാണ് സ്ത്രീകൾ ഹിസ്ബുള്ളയുടെ ചീഫ് നസറുള്ള തട്ടിപ്പോയി കഴിയുമ്പോൾ ആഹ്ലാദവും സീറ്റ്സും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, ഒരു രാജ്യത്തിന്റെ ഫെയ്റ്റ് എന്ന് പറയുന്നത് എവിടുന്ന് എങ്ങോട്ട് പോയി. ഇത് തന്നെയാണ് ഞാൻ പറയും മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും പല രാജ്യങ്ങൾക്കും, അതായത് ഇസ്രായേലിനെ അതിശക്തമായിട്ട് എതിർക്കുന്ന ജൂയിഷ് സ്റ്റേറ്റിനെ എതിർക്കുകയും അതേപോലെ ക്രിസ്ത്യൻസിനെ എതിർക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക് കിട്ടിയ വലിയ അടിയാണ് നസറുള്ളയുടെ പോക്ക്. അതേപോലെ ഹിസ്ബുള്ളയുടെ വെടി തീർന്നു പോയി. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും സഹായം എത്തിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ റഷ്യ ചിലപ്പോൾ സഹായം ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ആയുധങ്ങൾ ഇറക്കാം. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവന്റെ ഫ്ലൈറ്റും കയറ്റി അടിക്കും, റഷ്യയിൽ അറ്റാക്ക് ചെയ്ത് കളയും. കാരണം ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രൈം മിനിസ്റ്ററും പറഞ്ഞിട്ടുണ്ട്, അവരുടെ പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അവിടെ സമാധാനമായിട്ട് ജീവിക്കണം. അതിനെ ആരെതിർക്കുന്നു? ഞങ്ങൾ ആരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഒരുത്തിനെ ഞങ്ങൾ തിരിച്ചുവിടത്തില്ല, അവനെ ഞങ്ങൾ നശിപ്പിക്കും. അത് ഞങ്ങൾക്ക് ചെയ്തേ മതിയാവും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. വളരെ ഉറച്ച നിലപാടിലാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, നസറുള്ളയുടെ മരണത്തോടുകൂടി ഇസ്രായേലിന്റെ ഒരു വലിയ ഇമേജ് ക്രിയേറ്റ് ചെയ്തു. അതിനെപ്പറ്റിയായിരിക്കും. കാരണം ആ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഗ്ലോബൽ ഇമേജ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനും തിരികെ വന്നു. കാരണം ഇവർ ഫൈറ്റ് ചെയ്യുന്നത് ടെററിസ്റ്റുകൾക്കെതിരെയാണ്, മിലിഷ്യ ഗ്രൂപ്പിനെതിരെയാണ്. അപ്പൊ ആ ഒരു വലിയൊരു ഗ്ലാമറും വലിയൊരു പോപ്പുലാരിറ്റിയും ഇസ്രായേലിനും ബെഞ്ചമിൻ നെതന്യാഹുവിനും പൂർണ്ണമായിട്ടും തിരിച്ചിട്ട്. കാരണം ഹമാസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റില് സിവിലിയൻസിനെയാണ് കൊല്ലുന്നത്, വലിയ പ്രശ്നമുണ്ടായിരുന്നു. അമേരിക്ക ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും പല രാജ്യങ്ങളും അതിനെ എതിർത്തിരുന്നു. പക്ഷെ ഹിസ്ബുള്ളയുടെ കാര്യം നസറുള്ളയുടെ കാര്യത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. അതായത് വലിയ മാറ്റമാണ് ഇസ്രായേലിന് അനുകൂലമായിട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്.